തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിന്നൊരാ നെല്ലി മരമൊന്നു ഉരുത്തുവാൻ മരമൊന്നു ഉരുത്തുവാൻ. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിൻ്റെ പാട്ടുകേട്ടെതിർ പാട്ടു പാടുവാൻ മോഹം. എതിർപാട്ടു പാടും. ആ മീറ്റിംഗിൽ എടുത്ത തീരുമാനത്തിന്റെ ഫലമായി 86 കാലഘട്ടത്തിൽ പഠിച്ച മുഴുവൻ ആളുകളെയും ചേർത്തുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനും ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഏകീകരണവും പിന്നെ നമ്മൾ വലിയൊരു മെഗാ പരിപാടി സംഘടിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇന്ന് നമുക്ക് ഇത്തരത്തിലൊരു മെഗാ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചു. അതിനുവേണ്ടി നമ്മളന്ന് ആ കാലഘട്ടത്തിൽ അധ്യാപകന്മാരുടെ എല്ലാവരുടെയും ലിസ്റ്റ് തിരഞ്ഞു പിടിച്ച് എല്ലാ ഗുരുക്കന്മാരുടെയും വീടുകളിൽ നമ്മൾ സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. നമ്മൾ വളരെ സന്തോഷത്തോടെ നമ്മൾ പറയുന്ന അവസ്ഥയിൽ നമുക്കുണ്ടായ സന്തോഷവും അനുഭവത്തിലും വേറെ തന്നെ. നമ്മൾക്ക് വാത്സല്യവും സ്നേഹവും ശാസനയും ഒക്കെ നൽകി അധ്യാപകനാണ്. അദ്ദേഹത്തെ 86 ബാച്ചിന്റെ പേരിൽ എവർഗ്രീൻ 86 ബാച്ചിന്റെ പേരിൽ ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്.
നമ്മുടെ ഈ പരിപാടിയിൽ പ്രവർത്തിച്ചു വരുന്നത് ഒരു സന്തോഷം പറഞ്ഞറിയാക്കത്തതാണ്. പക്ഷേ ഈ സമയത്ത് നമ്മൾ നേരത്തെ അനുസ്മരിക്കേണ്ട കുറേ പേരുണ്ട്. അവരെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് പരിപാടി തുടങ്ങാം. അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടി രൂപശ്രീയെ ക്ഷണിച്ചു. കൂടെയുള്ളവരെ ഓർക്കുന്നത് പോലെ തന്നെയാണ് കൂട്ടത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയവരെയും ഓർക്കുന്നത്. ഈ മെഗാ സംഗമവേളയിൽ 86 ബാച്ച് പാനൂർ ഹൈസ്കൂളിൽ നിന്ന് നമ്മുടെ കൂടെയുണ്ടായിരുന്നവരും അകാലത്തിൽ പൊലിഞ്ഞുപോയവരുമായ എല്ലാ ഗുരുനാഥന്മാരെയും സഹപാഠികളെയും കൂട്ടുകാരെയും ഓർക്കുന്നു. അവരുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു. അതോടൊപ്പം ഈ അടുത്ത കാലത്ത് അന്തരിച്ച അധ്യാപകൻ മുരളി ഏറാമല മാസ്റ്ററെയും പ്രത്യേകം അനുസ്മരിക്കുന്നു. നമുക്കെല്ലാവർക്കും 1 മിനിറ്റ് മൗനം ആചരിക്കാം. അപകടത്തിൽപ്പെടുത്തുകയും പെടുത്താതിരിക്കുകയും രക്ഷിക്കുകയും ഒക്കെ ചെയ്ത കൂട്ടുകാർ, ഒരുപാട് ആഹ്ലാദങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ, മറ്റു തലത്തിലുള്ള നോവുകൾ ഒക്കെ സമ്മാനിച്ച ഒരിടമാണ് ഈ പാനൂർ ഹൈസ്കൂൾ. ഇവിടെ വന്ന് പോകുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ ക്ലാസ് റൂമിനെ നമ്മൾ ഓർക്കാറുണ്ട്. ഇവിടെ അനുഭവങ്ങളെ നിങ്ങൾ ഓർക്കാറുണ്ട്. ഒരു വിദ്യാർത്ഥി തൻ്റെ വിദ്യാലയത്തിലേക്ക് പിന്നീട് തിരിച്ചു വരുമ്പോൾ അവൻ ആ വിദ്യാലയം മാടി വിളിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരവസരത്തിൽ അവൻ്റെ അധ്യാപക അല്ലെ അവളുടെ അധ്യാപക ഒരു സ്പർശമായി തലോടലായി അവളെ കൈപിടിച്ചിട്ടുണ്ടാവും. ആ കൈപിടിച്ചുകൊണ്ടുള്ള ആ ഒരു നടത്തമാണ് ജീവിതത്തിലെ യാത്രയിൽ എവിടെയെങ്കിലും നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടാവുക. ഇടയ്ക്ക് വീണുപോയവരുണ്ടാവാം, ഇടയ്ക്ക് പ്രതിസന്ധിയിൽപ്പെട്ട് തളർന്നു പോയവരുണ്ടാവും. പക്ഷെ കൂട്ടായ്മ ഉണ്ടാക്കിയത് 1 വർഷമായി ഞങ്ങൾ പ്രവർത്തിച്ചു. അല്ലാത്തവരും ഒരുപാട് പേർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഒടുവിൽ ഇന്ന് നവംബർ 10 മെഗാ സംഗമമാണ്. ഈ സംഗമത്തോടു കൂടി ആരോഗ്യകരമായ കാരണങ്ങളാൽ ഇവിടെ എത്തിച്ചേർന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബാലമാസ്റ്റർ, ഇവിടെ എത്തിച്ച സീനിയർ അധ്യാപകൻ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, ഞങ്ങളുടെ നാട്ടുകാർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. പൂർവ വിദ്യാർത്ഥികളായ ബഹുമാന്യ സുഹൃത്തുക്കൾ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് MLA ശ്രീമാൻ KP മോഹൻ ഇതിൻ്റെ ഭാരവാഹികൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചതുകയല്ലേ, അഥവാ എന്നോട് ആ കാര്യം സംസാരിച്ചത്. അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് SSLC ബാച്ച് പാനൂർ ഹൈസ്കൂളിലെ SSLC ബാച്ച്, അതിന് നിങ്ങൾ കൊടുത്ത പേര് തന്നെ വളരെ ആകർഷണീയമായ മനോഹരമായ ഒരു പേരാണ്, എവർഗ്രീൻ. ഈ എവർഗ്രീൻ എന്ന് പറയുന്നത് തന്നെ ഒരുതരം എന്താണ്, നമ്മുടെ മനസ്സിനെ ഒരു കുളിർമ ചെരിയുന്ന ഒരു അനുഭൂതി ഉണ്ടാക്കുന്ന പേരാണ്. അതുപോലെ അടുത്തതും അതേപോലെ തന്നെ മെഗാ. അപ്പോൾ ഇത് രണ്ടും ഇവിടെ വന്നപ്പോൾ അന്വർത്ഥമാണ് എന്ന് എനിക്ക് ബോധ്യമായി. ധാരാളം ആളുകളുടെ പങ്കാളിത്തം ഒരുപക്ഷെ ഇല്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഈ സംവിധാനം, ഈ പന്തലും നിങ്ങളുടെ സ്വാഗത ഗാനവും ഒക്കെ കേട്ടപ്പോൾ നിങ്ങൾ ആ പേര് കൊടുത്തതിൽ
യാതൊരു അതിശയോക്തിയുമില്ല എന്നെനിക്ക് ബോധ്യമാണ്. അത്രയും പ്രൗഢഗംഭീരമാണ് ഓരോ സദസ്സും. ഇപ്പം ഇക്കാലത്ത് ഇങ്ങനെയുള്ള ഒരു ഒത്തുചേരൽ സംഗമങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമങ്ങൾ ഒരു പൊതുവെയുള്ള പരിപാടിയായി ആരും പറയില്ലെങ്കിലും നിങ്ങളെ ഈ ഓരോ സംഗമങ്ങളും പ്രത്യേക സവിശേഷതകളെ കൊണ്ട് വളരെ പ്രൗഢഗംഭീരമാണ് എന്ന് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. വളരെ പ്രൗഢഗംഭീരം തന്നെയാണ്. നിങ്ങൾ ഇത് പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഒരുപക്ഷെ നമ്മൾ സ്വയം കാണില്ലായിരിക്കാം, എന്തായാലും കാണും. കുറേയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പം എന്നെ പോലെയുള്ള ആളുകൾ ആ മാറ്റം കാണാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. പല ആളുകളും മാറ്റങ്ങൾ സ്വയം ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ ആ മാറ്റങ്ങളോടൊപ്പം അതിനനുസരിച്ച് നീങ്ങുകയോ ചെയ്യാൻ മടിക്കുന്നവരായിരിക്കും. അത് ജീവൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാൻ 95-ൽ റിട്ടയർ ചെയ്ത ഒരാളാണ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ മുമ്പിലായതുകൊണ്ട്. സ്വാഗത സംഘ ചെയർമാൻ കെ ഷാജിൻ അവർക്കും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനിരുന്നത് ആദരിക്കുകയാണ് ജനറൽ കൺവീനർ സുരേന്ദ്രൻ. മൊമെന്റോ നൽകുന്നത് ഉപഹാരം നൽകുന്നത് ബീന അക്കാൻശ്ശേരി. ടീച്ചർ കൊടുത്തോ. ബീന ആശ മൊകേരിയാണ്. രമേശ് ടി കെ മൊമെന്റോ നൽകുന്നു. എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് കൈയടിക്കണം. പ്രസിദ്ധ മൊമെന്റോ നൽകുന്നു. വിനിത ഷാളണിക്കുകയാണ്. നൽകുന്നു ദിനകരൻ. ഷാൾ അണിയിക്കുന്നത് ഷീന. കൈയടിക്ക് ശക്തി പോരാ, ഓരോ പ്രാവശ്യം പറയണ്ട. എല്ലാവരും ഒന്ന് നമ്മുടെ ഗുരുക്കന്മാരെ ഓരോ ആളുകളെയും ആദരിക്കുമ്പോൾ ആദരിക്കുന്നത് ബേബി സലില ആൻഡ് വിനോദ് കൂര. ഹരീന്ദ്രൻ മാസ്റ്ററെയാണ് ആദരിക്കുന്നത്. ബേബി ഇവിടെ ഓക്കെ, രണ്ടുപേരും ഇവിടെ ഓക്കെ. ഹേമന്ത് ഉപഹാരം നൽകുന്നത് സുജാത. രണ്ടാളെ ഫേസ് വേണ്ട. ആ മൊമെന്റ് കൊടുത്തു. രണ്ടുപേരും എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ഓക്കെ, ഇവിടെ ഓക്കെ. ഓക്കെ ഓക്കെ. ബാറ്റിലെ പ്രിയപ്പെട്ട കലാകാരി റംല.
ദമ്പതിമാർക്ക് ഉപഹാരം നൽകുകയാണ്. സ്മിത നൽകുന്നത് ഉഷ. നമ്മുടെ ഗുരുക്കന്മാരെ ആദരിക്കുമ്പോൾ ആ ഒരു ചടങ്ങ് ഗംഭീരമാകണമെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും രാധിക ടി വി ശാലണിയിക്കുന്നു. തങ്കം ടീച്ചറെ ഉപഹാരം നൽകുന്നത് ജയേഷ്. അജിത ടി വി ശാലണിയിക്കുകയാണ്. ഉപഹാരം നിസാർ നൽകുകയാണ്. കിട്ടിയില്ല. 1983 സർവീസിൽ പ്രവേശിച്ചു. 2011 വിരമിച്ചു. കണ്ണമള്ളിയിൽ മാഷ്കളുടെ ഉപഹാരം നൽകുന്നത് കരാമ ഇബ്രാഹിമാണ്. ബിജു നെല്ലിയോട്ട് ഉപഹാരം നൽകുന്നു. 3 പേരൊന്നും ഇവിടെ നോക്കിയതാ. 3 പേരൊന്നും ഇവിടെ നോക്കിയത്. ാണ് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. കുമാർ, ലസ്സി, സജീവൻ, സിറ്റി, ബീനാദാസ് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പാനോ ഹൈസ്കൂളിലും പിന്നീട് KKD മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലും മലയാളം അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ചിത്ര ലസ്സി ലസ്സി ഉപഹാരം നൽകുന്നു. രാജേഷ് കുമാർ, ലില്ലി, സജീവൻ, സിപി, ബീനാദ, രതീശനാണ് ഉപഹാരം നൽകുന്നത്. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി മാത്രം ബോംബെയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഗ്രൂപ്പിന്റെ ഏറ്റവും നല്ലൊരു നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വത്സരാജ് കൂരാറയാണ് എന്ന കാര്യം.
പ്രവീൺ കൊടുക്കോ കൊടുത്തു 3 പേരും ഇങ്ങോട്ട് നോക്കിയതാ നേരെ എല്ലാമെല്ലാമായ നമ്മുടെ പ്രദീപ് കൊറോത്ത് ഒപ്പം ഷാണീച്ചു ജനകനാണ് നൽകുന്നത്. ഒപ്പം ഉപഹാരം നൽകുന്നത് പുഷ്പ. അശ്വിൻ കുമാറും പ്രമീളയും എവർഗ്രീൻ 86ന്റെ സ്നേഹോപഹാരം നൽകുകയാണ്. നമ്മുടെ സ്വാഗതഗാനം രചിച്ച അജിതയാണ് എന്ന കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. 86 എവർഗ്രീന്റെ സ്നേഹോപഹാരം നൽകുന്നത് പ്രീത കെ എന്നിവരാണ് സത്യമാഷയെ ആദരിക്കുന്നത്. ദേവാനന്ദ് ദേവദാസ് വേണ്ടി മാത്രത്തിൽ ചെയ്യുന്ന ശ്രീധരൻ റീന ചണ്ഡിയോടും ചന്ദ്രൻ ടീച്ചറെ എവർക്ക് 86ന്റെ സ്നേഹോപഹാരം നൽകുകയും ആദരിക്കുകയാണ്. 3 പേരൊന്നും ഇവിടെ വെക്കില്ല. നമ്മുടെ മാഷന്മാർ ആദരിക്കുമ്പോൾ ഒന്നും കൂടി എല്ലാവരും ആലോചിക്കാം. മൊമെന്റ് കൊടുത്തോ ചേച്ചി 3 പേരൊന്നും ഇവിടെ വയ്ക്കാം. ഷക്കീൽ ഒപ്പം ബിന്ദുവും ഷക്കീലും 86ന്റെ സ്നേഹോപഹാരങ്ങളിൽ ശ്രീജയാണ് പൊന്നാട അണിയിക്കുന്നത്. പവിത്രൻ ഉപഹാരം നൽകും. എല്ലാവരും ഒന്ന് ഇവിടെ നോക്കിയിടാ. എല്ലാവരും ഇവിടെ നോക്കിയാറേ. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള ചന്ദ്രിയാണ് പൊന്നാട അണിയിക്കുന്നത്. മൊമെന്റ് കൊടുത്തോ. ശ്രീകുമാർ പൊന്നാട അണിയിക്കുന്നു. ജയലളിത പ്രിയശ്രീ ദീപാനന്ദ് ഉപഹാരം നൽകുന്നു. പ്രിയശ്രീ ഷാൾ അണിയിക്കുകയാണ്. നൽകുന്നു. ലേണ്ടത്തിറങ്ങി അനിത ഷാൾ അണിയിക്കുന്നു. ഉപഹാരം നൽകുകയാണ്. ഗിരിജയും രാജീവൻ കുറച്ചും അങ്ങോട്ട് മൊമെന്റ് കൊടുത്തോ. പ്രശാന്ത് ഒപ്പം അജിതയും 1978 മലയാളം അധ്യാപികയായി ജോലി ആരംഭിക്കും. 2005 സ്ഥിരതാമസമുള്ള ടീച്ചറെ ആദരിക്കുകയാണ്. ദിനേഷ് കുമാർ ദിനേഷ് കെ ടി കെ അതു കേൾക്കെ ഉച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷി. കൈയടി കുറച്ചുകൂടി ആവാട്ടോ. ിറമുള്ള കാതിലണിയാ
കുന്തൻ